ലോകത്തെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ അനവധിയുണ്ട്. ചിലപ്പോഴൊക്കെ ലോകത്തിന് മാതൃകയാകുന്ന കേരളം, ചിലപ്പോൾ ലോകത്തോടൊപ്പം തൊട്ടില്ല എന്ന മട്ടിൽ സഞ്ചരിക്കുന്ന കേരളം. സമീപകാലത്തെ ഏറ്റവും പുതിയൊരു വിഷയം അങ്ങനെയാണ്. കാലാവസ്ഥയാണ് ലോകത്തിൻ്റെ ഒരു വലിയ ഉത്കണ്ഠ. ദ പ്രൈം കൺസേൺ ഓഫ് ദി വേൾഡ് ഈസ് ക്ലൈമറ്റ് ഇറ്റ് സെൽഫ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അതാണ്. ഈ സമയത്ത് രണ്ട് സംഗതികൾ യാദൃച്ഛികമായി ഒത്തുവരികയാണ്. ഇന്നലെ നെയ്റോബിയിൽ, നമ്മുടെ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ UN കാലാവസ്ഥാ സമ്മേളനം സമാപിക്കുകയാണ്. കാര്യമായ റിസൾട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥയ്ക്ക് വേണ്ടി ഒരു ഉച്ചകോടി ചേരുന്നു എന്നത് 6ാമത്തെ 7ാമത്തെയാണ് ഇപ്പോൾ തുടർച്ചയായി നടന്നു വരുന്നു. ലോകത്തിൻ്റെ ഭാവിയെ വല്ലാതെ അപായപ്പെടുത്തുന്ന ഒരു ചിന്തയായി കാലാവസ്ഥ മാറിയിരിക്കുന്നു എന്നത് വലിയ വിജയം തന്നെയാണ്. ഒരുപാട് കാലാവസ്ഥാ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും സയൻറ്റിസ്റ്റുകളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതൊരു വലിയ നേട്ടം. ഈ സമയത്ത് കേരളം ഈ പ്രതിഭാസത്തോട്, അല്ലെങ്കിൽ ഈ പുതിയ മുന്നേറ്റത്തോട്, ഈ പുതിയ ലോകസഞ്ചാരത്തോട് പ്രതികരിച്ചത് നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്ന മട്ടിലാണ്. നമ്മൾ കാലാവസ്ഥാ സമ്മേളനം ചേരുകയല്ല ചെയ്തത്. നമ്മൾ ചേരാൻ പോകുന്നത് ഈ കൊച്ചിയിൽ, ഈ കൊച്ചിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു കാലാവസ്ഥാ സാഹിത്യോത്സവം ചേരുകയാണ്. ക്ലൈമറ്റ് ലിറ്റററി ഫെസ്റ്റിവൽ. ഇന്നിപ്പോൾ 13 ആയത്. ഈ 2 ദിവസം കഴിയുമ്പോൾ ഡിസംബർ 17-നും 18-നുമാണ് അത് നടക്കുന്നത്. കൊച്ചിയിലാണ്. ബ്ലൂ ആൻഡ് ഗ്രീൻ, അതിൻ്റെ പേരിങ്ങനെയാണ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ക്ലൈമറ്റ് ലിറ്റററി ഫെസ്റ്റിവൽ 2025 എന്നാണ് അതിൻ്റെ പേര്. 2025 ബ്ലൂവും ഗ്രീനും വെച്ചാൽ സമുദ്രവും, ഭൂമിയിലെ ജലവും സമുദ്രവുമായി ബന്ധപ്പെട്ട നിറമാണല്ലോ ബ്ലൂ. ഗ്രീൻ നമ്മുടെ ക്ലൈമറ്റും പരിസ്ഥിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിറവുമാണ്. അപ്പോൾ പരിസ്ഥിതിയും ഭൂമിയിലെ ജലലഭ്യതയും ആയി ബന്ധപ്പെട്ട ബ്ലൂ ആൻഡ് ഗ്രീൻ ഫെസ്റ്റിവൽ ചരിത്രം എല്ലാം കൊണ്ടും കൗതുകം നിറഞ്ഞതാണ് ആ ഫെസ്റ്റിവൽ. അത് നടത്തുന്നത്, സംഘടിപ്പിക്കുന്നത്, അത് അത്ഭുതകരമായൊരു കാര്യം, ഇത് രാജ്യത്തെ ആദ്യത്തെ ഫെസ്റ്റിവലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്ലൈമറ്റ് ലിറ്റററി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കേരളമാണെന്ന് മാത്രമല്ല, നമ്മുടെ കൊച്ചിയുമാണ്. ആ അർത്ഥത്തിൽ ചരിത്രം കുറിക്കുകയാണ് നമ്മൾ. ഇത് സംഘടിപ്പിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ടുഡേ. നമ്മുടെ കൊച്ചി ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ അഡ്വാൻസ് പുതിയ മാറിയ പേരാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ടുഡേ. ഈ പുതിയ പ്രതിഭാസം കൂടി ചേർത്തിട്ടാണ് അവൻ്റെ പേരിൽ അവരാണ് അത് സംഘടിപ്പിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ കർണാടകയിലെ ഇതിന് സമാനമായ ഒരു യൂണിവേഴ്സിറ്റി, ഒരു അക്കാഡമി നമ്മളോട് സഹകരിക്കുന്നുണ്ട്. മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഇന്ത്യയിൽ ലഭ്യമായ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ, മാധ്യമപ്രവർത്തകർ, കലാകാരന്മാർ, ആക്ടിവിസ്റ്റുകൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കാലാവസ്ഥയുടെ ഉത്കണ്ഠകൾ പങ്കിടുന്ന കഥകൾ, സയൻസ് പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷൻസ്, പരിസ്ഥിതി അവബോധമുണ്ടാക്കുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, അതിനൊക്കെയാണ് ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒപ്പം ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത 2024 2 ബഹുമതികൾ, ഇനി അങ്ങോട്ട് ഇതൊരു പതിവായിരിക്കും. പക്ഷേ ഈ മേഖലയിലെ കഴിഞ്ഞ കൊല്ലത്തെ 2 സുപ്രധാന നേട്ടങ്ങൾക്കുള്ള ബഹുമതികൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യും. അതിന് പേര് കൊടുത്തിരിക്കുന്നതും വളരെ കൗതുകമാണ്. ദ ഗ്രീൻ ബുക്ക് ഓഫ് ദി ഇയർ 2024. അതിൽ ക്യാഷ് പ്രൈസ് ഉണ്ട്. ദ ഗ്രീൻ ബുക്ക് ഓഫ് ദി ഇയർ എന്ന് വെച്ചാൽ പരിസ്ഥിതി അവബോധം ഉണ്ടാക്കുന്ന ഏറ്റവും മികച്ച 2024 പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന് അവാർഡ് കൊടുക്കും. അതിൽ ക്യാഷ് അവാർഡ് ഉണ്ടാകും, ആദരപത്രം, നമ്മുടെ അവാർഡ്, ഈ ബഹുമതി പത്രവും ക്യാഷ് അവാർഡും ഒക്കെയാണ് എൻ്റെ കൂടെ തന്നെ. 2ാമത്തെ ബുക്ക് തീർച്ചയായിട്ടും ഏതായിരിക്കും? ദ ബ്ലൂ ബുക്ക് ഓഫ് ദി ഇയർ. ശുദ്ധജലം സമുദ്ര ഗവേഷണം. ഒന്ന് ഗ്രീനും ഒന്ന് ബ്ലൂവുമാണ്. ഈ 2 അവാർഡുകളും കൂടി കൊടുക്കുന്നുണ്ട്. അത് ഇനി ഒരു പതിവാവുകയാണ്. അങ്ങനെ ഒരു ചരിത്രം കുറിക്കുകയാണ്. ഈ മേഖലയിൽ 2 പുസ്തകങ്ങൾക്ക് ലോകോത്തരമായ 2 അവാർഡുകൾ നമ്മൾ ഏർപ്പെടുത്തുന്നു. എല്ലാ കൊല്ലവും കൊച്ചിയിൽ തന്നെ ആവണം എന്നില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം, നമ്മുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊച്ചിയിലായതുകൊണ്ട് കൊച്ചിയിൽ തന്നെ നടക്കുന്നു, പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു പുതിയ ചരിത്രം നമ്മൾ കുറിക്കുകയാണ്. ലോകത്തോടൊപ്പം മത്സരിച്ചെത്തുന്ന, അല്ലെങ്കിൽ ലോകത്തേക്കാൾ അവബോധം ലോകത്തിന് നൽകുന്ന ഒരു നാടായി കേരളം മാറുന്നു, കൊച്ചി മാറുന്നു. കൊച്ചിയിലെ സാംസ്കാരിക രംഗത്ത് 1/2 നൂറ്റാണ്ട് കാലമെങ്കിലുമായി സ്പന്ദിച്ചു നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ
അങ്ങ് എങ്ങനെ കാണുന്നു ഈ സംഭവ വികാസങ്ങളെ? അല്ല, ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ഈ നമ്മുടെ ഒരു പുതിയ സാഹിത്യത്തിൽ തന്നെ ഒരു പുതിയ ശാഖയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലൈമറ്റും അതേപോലെ തന്നെ ഗ്രീൻ പരിസ്ഥിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു നിരൂപണ ശാഖ എന്ന് പറയുന്നത് ഇക്കോ ക്രിറ്റിസിസം എന്ന തലക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അത് ഈ ബ്ലൂവും ഗ്രീനും ചേർന്ന് അത് ബ്ലൂവും ഗ്രീനും ചേർന്നാണ് ഇക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്നത് സാഹിത്യത്തിൽ വരുന്നത്. അപ്പോൾ ഈ എന്താണ് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിമർശനമാണ് പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത്. പാരിസ്ഥിതിക നിരൂപണം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഗ്രീനും വരുന്നുണ്ട്, അതുപോലെ ബ്ലൂവും വരുന്നുണ്ട്. കാരണം പ്രകൃതിയാണ് ഇതിൻ്റെ ഒരു അടിത്തറ. ഈ പ്രകൃതിയുടെ ഉത്കണ്ഠകളെ കലാകാരന്മാർ അവരുടെ മനസ്സിലേക്കും അവരുടെ ഭാവനയിലേക്കും ഒക്കെ സ്വാംശീകരിച്ച് അവർ രചിക്കുന്ന കഥകൾ, കവിതകൾ, നോവലുകൾ, അതേപോലെ തന്നെ ലേഖനങ്ങൾ, മറ്റ് അതിനോടുള്ള ഇൻസ്റ്റലേഷൻസുകൾ, ചിത്രകാരന്മാരൊക്കെ അത് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് തകർന്നാൽ പിന്നെ മനുഷ്യൻ ഉണ്ടാവില്ല. ഇപ്പോൾ വംശനാശം എന്ന് പറയുന്നത് മറ്റ് സ്പീഷീസിനുണ്ടാകുന്ന വംശനാശം മാത്രമല്ല, ആ വംശനാശം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ തന്നെ നാശത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്പീഷീസ് നശിച്ചു പോകുമ്പോൾ അത് നശിച്ചുപോയി എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ആശ്വസിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ഭൂമുഖത്തുള്ള എല്ലാ സ്പീഷീസും പരസ്പരം ബന്ധിതമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ എന്താണ് ചില പ്രത്യേക തരത്തിലുള്ള ചെടികൾ നശിച്ചു പോകുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് ഉത്കണ്ഠ പുലർത്തുന്നത് അത് നശിച്ചു പോയാലും എന്നായിരുന്നു. പ്രത്യേക തരത്തിലുള്ള മീനുകൾ, അതേപോലെ മൃഗങ്ങൾ, ഇതൊക്കെ നശിച്ചു പോകുമ്പോൾ അവ നശിച്ചു പോയാലും എന്ന് പറയുന്ന പേര് അതല്ല, അത് നശിക്കുന്നതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് നമ്മളും നശിക്കാം. അതെ, ആവാസ വ്യവസ്ഥയുടെ ഓരോ കൊച്ചു ജീവിക്കും ഒരു റോളുണ്ട്. ആ റോള് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് പുതിയ കാലത്തെ ജീവിതത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അത് ഈ കഥയിലും കവിതയിലും അതേപോലെ തന്നെ സാഹിത്യ രൂപങ്ങളിലൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സാധനത്തെ ആണ് യഥാർത്ഥത്തിൽ ഇക്കോ ക്രിറ്റിസിസം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നത്. പരിസ്ഥിതി വിമർശനം എന്ന് പറയാം. സാഹിത്യ കൾച്ചറൽ തന്നെയാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ കൾച്ചറൽ ക്രിറ്റിസിസമായിട്ട് വരികയാണത് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റ് വിമർശിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സാഹിത്യത്തെ വിമർശിക്കുന്നുണ്ട്. ഇതിലെല്ലാം പരസ്പരം കെട്ടുപിണഞ്ഞു വരുന്നതായിട്ടുള്ള സങ്കല്പങ്ങൾ, മനുഷ്യൻ്റെ ഭാവുകത്വങ്ങൾ പുതിയ തരത്തിൽ രൂപപ്പെടുന്നത്, ഇതിനെല്ലാം അഭിസംബോധന ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ സൈലൻറ്റ് വാലി പ്രോജക്റ്റ് അല്ലെങ്കിൽ സൈലൻറ്റ് വാലി എന്ന് പറയുന്ന സമരമുഖത്ത് നിന്നാണ് കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക അവബോധ നിർമ്മിതി ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് നിരവധി കവിതകളും അതുപോലെ കഥകളും നിരൂപണങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. സുഗതകുമാരിയും അതുപോലെ ആനന്ദ് പ്രകൃതിയെക്കുറിച്ചൊക്കെ നടത്തിയ കരികൽപ്പനകൾ, നിരവധി കഥാകാരന്മാർ അവരുടെ കഥകളിലൊക്കെ ഈ വിഷയങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ നമുക്കൊരു പുതിയ ഭാവുകത്വം സാഹിത്യത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മലയാളിക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അഭിസംബോധന ചെയ്യാനും അതേപോലെ തന്നെ അഭിമാനിക്കാൻ കഴിയുന്നൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് വളരെ സഹായകരമായിരിക്കും ഇപ്പോൾ ഈ 15-ന് കൊച്ചിയിൽ നടക്കുന്നതായിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മലയാളിക്ക് അത് കഴിഞ്ഞു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. കാരണം കേരളം ഈ ലോകം സഞ്ചരിക്കുന്നതിനൊപ്പം അമേരിക്കയിലാണ് അതിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞത്, ഈ ഇക്കോ കൾച്ചറൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വളർന്ന് വികസിച്ച് വരുന്നൊരു ഘട്ടത്തിൽ നമുക്ക് അതിനോടൊപ്പം പോകാൻ കഴിയുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കൊച്ചിയിലെ ഈ മാതൃകാ സാംസ്കാരികോത്സവത്തിന് ബ്ലൂ ഫെസ്റ്റിവൽ, ഗ്രീൻ ഫെസ്റ്റിവൽ എന്ത് പേരിട്ട് വിളിച്ചാലും പ്രകൃതിക്ക് വേണ്ടി നടക്കുന്ന ഈ അക്ഷരോത്സവത്തിന് നമുക്ക് കാലേക്കൂട്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. അത് നോക്കൂ, ABC-ക്ക് ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.